بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وارزقنا علما نافعا. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ റമദാനും അതിലുള്ള ഇബാദത്തുകളും അതിൻ്റെ പോരായ്മകളൊക്കെ പരിഹരിച്ച് നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം മദീന പള്ളിയുടെ മിമ്പറിലേക്ക് കയറാൻ. മിമ്പറിൽ കയറുന്ന സമയം 3 പ്രാവശ്യം ഉച്ചത്തിൽ ആമീൻ പറഞ്ഞു. മുമ്പിലിരിക്കുന്ന സഹാബാക്കൾ കേൾക്കുന്ന രീതിയിൽ റസൂൽ ഖുതുബ നിർവഹിച്ച് ഇറങ്ങിയതിന് ശേഷം സഹാബാക്കൾ ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലെ, താങ്കൾ പതിവിന് വിപരീതമായിട്ട് മിമ്പറിൽ കയറുമ്പോൾ എന്തിനാണ് ആമീൻ പറഞ്ഞത്? അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ മിമ്പറിൽ കയറുന്ന സമയം എൻ്റെ അടുക്കലേക്ക് ജിബ്രീൽ വന്നു. ജിബ്രീൽ 3 ദുആ എൻ്റെ മുമ്പിൽ നടത്തി. ഒന്ന്, ഒരാളുടെ ജീവിതത്തിൽ അവൻ്റെ വാർദ്ധക്യത്തിലെത്തിയ മാതാപിതാക്കൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ അവൻ്റെ ജീവിതത്തിൽ ലഭിക്കുകയും അവർക്ക് സേവനങ്ങൾ ചെയ്ത് അവരിലൂടെ സ്വർഗം നേടിയെടുക്കാത്തവർ, ആ സൗഭാഗ്യം ലഭിച്ചിട്ട് അത് നഷ്ടപ്പെടുത്തിയവർ, നാളെ ആഖിറത്തിൽ അല്ലാഹു അവന്റെ റഹ്മത്തിൽ നിന്നും അവനെ വിദൂരമാക്കട്ടെ എന്ന് ജിബ്രീൽ ദുആ ചെയ്തു. എന്നിട്ട് എന്നോട് ആമീൻ പറയാൻ ആവശ്യപ്പെട്ടു. ഫഖുൽതു ആമീൻ, ഞാൻ ആമീൻ പറഞ്ഞു. ആ ഗൗരവം അറിയിക്കണം. ജിബ്രീൽ ദുആ ചെയ്ത് റസൂലിനോട് ആമീൻ പറയാൻ ആവശ്യപ്പെട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞു. രണ്ടാമത്തത്, എൻ്റെ പേര് ഒരാളുടെ മുമ്പിൽ പറയപ്പെട്ടു, അവൻ എൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ടില്ല. അങ്ങനെയുള്ളവര് നാളെ ആഖിറത്തിൽ അല്ലാഹു അവനെയും അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്നും വിദൂരമാക്കട്ടെ എന്ന് ജിബ്രീൽ ദുആ ചെയ്തു. എന്നോട് ആമീൻ പറയാൻ ആവശ്യപ്പെട്ടു, ഞാൻ ആമീൻ പറഞ്ഞു. മൂന്നാമത്തത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അദ്റക റമളാന ഫലം യുഗ്ഫർ ലഹു സുമ്മ സലഖ മിൻഹു. ഒരാളുടെ ജീവിതത്തിൽ റമളാൻ ലഭിക്കുകയും അവന്റെ പാപക്കറകൾ മാപ്പാക്കപ്പെടാത്ത അവസ്ഥയിൽ ആ റമളാൻ കഴിയുകയും ചെയ്താൽ ഫഅബഅദഹുല്ലാഹ്, അവനും അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്നും വിദൂരമായി പോകട്ടെ. ആ ഒരു ഭാഗമാണ് ഇന്ന് സംസാരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ റമളാൻ ലഭിച്ചു, അത് അല്ലാഹു നൽകിയ വലിയ തൗഫീഖാണ്. ആ റമളാനിൽ ആരോഗ്യത്തോടെ ഇബാദത്തുകൾ ചെയ്യാൻ, അതുപോലെ തന്നെ സമയവും സൗകര്യവും അല്ലാഹു ഏർപ്പാടാക്കി തന്നു. എന്നിട്ടും അത് ഉപകാരപ്പെടാത്തവർ, അത് ഉപയോഗപ്പെടുത്താത്തവർ, ഫഅബഅദഹുല്ലാഹ്, അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്നും അവൻ വിദൂരമായി പോകട്ടെ എന്നുള്ള ജിബ്രീലിന്റെ ദുആ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആമീൻ. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റഹ്മത്ത് നമുക്ക് ഏറ്റവും ആവശ്യം ആഖിറത്തിലാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ ഒരാളുടെ അമലും നിങ്ങൾ ആഖിറത്തിൽ രക്ഷപ്പെടുത്തൂല. സഹാബാക്കൾ ചോദിച്ചു, അൻത യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങളുടെ അമല് നിങ്ങളെ രക്ഷപ്പെടുത്തൂലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല, ഇല്ലാ അൻ യതഗമ്മദനി അല്ലാഹു ബിറഹ്മത്തിൻ മിൻഹു വഫദ്ലിൻ. അല്ലാഹു അവന്റെ റഹ്മത്ത് കൊണ്ട് എന്നെ പൊതിഞ്ഞാലല്ലാതെ ഞാൻ രക്ഷപ്പെടൂല. അപ്പൊ റഹ്മത്തിന്റെ വില മനസ്സിലായി. അള്ളാന്റെ റസൂലിന്റെ റഹ്മത്ത് കൊണ്ട് പൊതിഞ്ഞാൽ നാളെ ആഖിറത്തിൽ അള്ളാന്റെ റസൂല് രക്ഷപ്പെടുള്ളൂ. അപ്പൊ നമ്മൾ അത്രയും ആവശ്യക്കാരൻ അള്ളാന്റെ റഹ്മത്തിലേക്ക്. ആ റഹ്മത്തിൽ നിന്നും വിദൂരമായി പോട്ടെ എന്നാണ് ജിബ്രീലിന്റെ ദുആ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആമീൻ. ആർക്ക്? അള്ളാഹു മാറാൻ അവസരം നൽകിയിട്ട് അത് ഉപയോഗപ്പെടുത്താത്തവരാണ്. റമദാൻ അള്ളാഹു അവസരം തന്നതാണ്. അള്ളാഹു നൽകിയ അവസരത്തെ ഉപയോഗപ്പെടുത്താത്ത ധിക്കാരി, അവർക്കാണ് ആ ശിക്ഷ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, റമദാൻ ഇതാ കഴിയാൻ അടുത്തിരിക്കുക.
നമ്മുടെ ഹൃദയങ്ങൾ പാപക്കറകളിൽ നിന്നും ശുദ്ധിയാക്കപ്പെടണം. നസൂഹായ തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങണം. തൗബ അള്ളാഹു സ്വീകരിക്കും, അതിൽ യാതൊരു സംശയവും വേണ്ട. ഇന്നല്ലാഹ യഖ്ബലു തൗബത അൻ ഇബാദിഹി വയഅഫു അനിസ് സയ്യിആത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ അടിമകൾക്ക് അല്ലാഹനെ പരിചയപ്പെടുത്താൻ, ഞാൻ ആരാണ്? യഖ്ബലു തൗബത അൻ ഇബാദിഹി, അടിമകളിൽ നിന്നും തൗബ സ്വീകരിക്കുന്നവനാണ്. വയഅഫു അനിസ് സയ്യിആത്ത്, അടിമകൾക്ക് വരുന്ന വീഴ്ചകൾ, തെറ്റുകൾ അത് മാപ്പാക്കുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് മടങ്ങുക, ഹൃദയം ശുദ്ധിയാക്കുക. റമദാന്റെ രാത്രികൾ വിലപ്പെട്ട രാത്രികളാണ് ബാക്കിയുള്ളത്. അതിന്റെ പകലും രാത്രിയും ഒരേപോലെ പവിത്രമാക്കപ്പെട്ടതാണ്. അതിന്റെ ഓരോ സമയവും അള്ളാഹുവിന്റെ അടുക്കൽ പവിത്രമാക്കപ്പെട്ടതാണ്. തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങുക. അള്ളാഹു തൗബ സ്വീകരിക്കുന്നവരാണ്. ഒരു സംഭവം വഹ്ശി റളിയല്ലാഹു അൻഹു നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഹംസ റളിയല്ലാഹുവിന്റെ ഘാതകൻ. ഉഹദ് യുദ്ധത്തിൽ ഹംസ റളിയല്ലാഹുവിനെ കൊന്നാളാണ്. പിന്നീട് മുസ്ലിമായി. വഹ്ശി ഹംസനെ കൊന്നു. അബൂ സുഫിയാന്റെ ഭാര്യ ഹിന്ദ് അടിമയിൽ നിന്ന് മോചിപ്പിച്ചു. അങ്ങനെ മക്കയിൽ ജീവിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക കീഴടക്കി. ഹിജ്റ 8-ാം വർഷം ഫത്ഹ് മക്ക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും ആട്ടി ഓടിക്കപ്പെട്ട ആ നാട്ടിലേക്ക് സർവാധിശക്തിയോടെ തിരിച്ചു വന്നു. മക്കം വിജയം. ഈ വിവരം കിട്ടിയതും വഹ്ശി ത്വായിഫിലേക്ക് നാടുവിട്ടു. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, വഹ്ശി എവിടെ കണ്ടാലും നിങ്ങൾ കൊല്ലണം. അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പന അക്ഷരം പ്രതി നടപ്പാക്കും സഹാബാക്കൾ, അതിന് യാതൊരു സംശയവും വേണ്ട. സഹാബാക്കളും റസൂലും മക്കയിലേക്ക് വരുന്നുണ്ട് എന്ന വിവരം കിട്ടിയപ്പോ വഹ്ശി ത്വായിഫിലേക്ക് നാടുവിട്ടു. അങ്ങനെ ത്വായിഫിൽ ജീവിക്കാം. ആ സമയത്താണ് യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ, സൂറത്തുൽ നസ്ർ അല്ലാഹു പറഞ്ഞതുപോലെ മക്കം ഫത്ഹിന് ശേഷം കൂട്ടം കൂട്ടമായിട്ട് ജനങ്ങൾ ഇസ്ലാമിലേക്ക് ഒഴുകാൻ തുടങ്ങി. ത്വായിഫിൽ നിന്നും ആ നാട്ടുകാർ ഒന്നടങ്കം അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ പോയി. അവിടെയും ഗത്യന്തരമില്ല, ഒരു നിൽക്കാൻ കഴിയുന്നില്ല. അവിടുത്തെ ആൾക്കാർ മുസ്ലിമായി. വഹ്ശി പറഞ്ഞു, ഞാൻ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്, ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു, യമനിലേക്കോ അല്ലെങ്കിൽ ഷാമിലേക്കോ നാട് വിട്ടാലോ ഇവിടെ മക്കയോ മക്കയുടെ പരിസരത്തോ ജീവിക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല, എനിക്ക് കഴിയൂല. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരാൾ വന്നിട്ട് പറയുന്നത്, മുഹമ്മദ് അവന്റെ ദീനിലേക്ക് വന്ന ആൾക്കാർ ആരും ഉപദ്രവിക്കൂല, കൊല്ലൂല. വഹ്ശി പറയാണ്, ഞാൻ അപ്പം തന്നെ ഒരാളെ വിട്ടു റസൂലിന്റെ അടുക്കലേക്ക്. അല്ലാഹുവിന്റെ പ്രവാചകരെ, എനിക്ക് എന്തെങ്കിലും ഇളവുകളുണ്ടോ അന്വേഷിച്ചുകൊണ്ട് ഒരാളെ പറഞ്ഞു വിട്ടു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹ്ശിയോട് വരാൻ പറഞ്ഞു. വന്നു അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ഇരുന്നു. പെട്ടെന്ന് കണ്ടപ്പോ റസൂൽ ചോദിച്ചു, ആ വഹ്ശി, നീ വഹ്ശിയാണോ? അതെ. കൈഫ ഖതൽത ഹംസ, നീ എങ്ങനെയാണ് എന്റെ ഹംസയെ കൊന്നത്? വഹ്ശി പറയാണ്, ഞാൻ ആ രംഗം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശദീകരിച്ചു. ഞാൻ ഇങ്ങനെ താഴെ നോക്കിയിട്ടാണ് വിശദീകരിക്കുന്നത്. മഹാബത്ത് കാരണം, ഗാംഭീര്യം കാരണം അല്ലാഹുവിന്റെ റസൂലിനെ മുഖത്ത് നോക്കിയിട്ട് സംസാരിക്കാൻ എനിക്ക് പ്രയാസമായിരുന്നു. ഞാൻ നിലത്ത് നോക്കി ഇങ്ങനെ ആ വിശദീകരിച്ചു. എന്നിട്ട് അതിൽ നിന്ന് പൂർത്തിയാക്കിയിട്ടാണ് അല്ലാഹുവിന്റെ റസൂലിനെ മുഖത്ത് നോക്കി. ആ മുഖത്തിൽ നിന്നും കണ്ണുനീരൊഴുകുന്നുണ്ടായിരുന്നു, റസൂൽ കരയുന്നുണ്ടായിരുന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, വഹ്ശി ഗയ്യിബ് വജ്ഹക അന്നി, വഹ്ശി നിനക്ക് സാധിക്കുമെങ്കിൽ നിന്റെ മുഖം എന്നിൽ നിന്ന് നീ മാറ്റിപ്പിടിക്കണം. കാരണം നിന്റെ മുഖം കാണുമ്പോൾ എനിക്ക് എന്റെ ഹംസയെ ഓർമ്മ വരും, അതെന്നെ വല്ലാതെ വേദനിപ്പിക്കും. വഹ്ശി റളിയല്ലാഹു പറയാണ്, അന്ന് മുതൽ മരണം വരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ മുഖം കണ്ടിട്ടില്ല. പിറകിലായിരുന്നു, എല്ലാവരും റസൂലിന്റെ മുമ്പിലായിരിക്കും. വഹ്ശി റളിയല്ലാഹു അൻഹു റസൂലിന്റെ പിറകിലാണ്. അങ്ങനെ വഹ്ശി വന്നു, അവിടെ ഇരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, അള്ളാഹു പറയുന്നുണ്ടല്ലോ, വിഭജിക്കുകയും കൊലപാതകം നടത്തുകയും പലിശ സമ്പ്രദായം നടത്തുകയും ചെയ്ത ആൾക്ക് യുദാഅഫ് ലഹുൽ അദാബു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവർക്ക് കുറ്റം ഇരട്ടിപ്പിച്ച് നൽകുമെന്നല്ല അള്ളാഹു പറഞ്ഞത്. എനിക്ക് മാപ്പാക്കി തരുമോ അല്ലാഹ്, ഞാൻ അത്രയും ക്രൂരതയാണ് ചെയ്തത്. അപ്പോഴാണ് ആയത്തിറങ്ങുന്നത്, ഇല്ലാ മൻ താബ വആമന വഅമില അമലൻ സാലിഹ ഫഉലൈക യുബദ്ദിലു അല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്.
വർഷത്തിന്റെ ന്യായത്താണ്. ഇല്ലാ മൻ താബ, ആർക്കാണ് അള്ളാഹു വിട്ടുവെച്ചു കൊടുക്കുക? താബ, തൗബ ചെയ്ത് മടങ്ങിയവനൊഴികെ. വആമന, തൗബ ചെയ്യുകയും വിശ്വസിക്കുകയും, വഅമില അമലൻ സാലിഹ, ശേഷിച്ച ജീവിതത്തിൽ അമല സാലിഹാത്തുകൾ അധികരിപ്പിക്കുകയും ചെയ്ത ആൾക്കാർക്ക് അള്ളാഹു മാപ്പാക്കി കൊടുക്കും. മാപ്പാക്കി കൊടുക്കുക മാത്രല്ല, അള്ളാഹുവിന്റെ ഔദാര്യം, ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്, അവർ ചെയ്തു വെച്ച കുരുത്തക്കേടുകൾ, തിന്മകൾ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകളാക്കിയിട്ട് മാറ്റിയെഴുതും. അള്ളാഹുവിന്റെ ഫദ്ലാണ്, അള്ളാഹുവിന്റെ ഔദാര്യം അടിമകളോടുള്ളത്. അങ്ങനെ അങ്ങ് രക്ഷപ്പെട്ടു പോകട്ടെ എൻ്റെ അടിമ എന്നുള്ള ഔദാര്യം. നമ്മൾ ചെയ്തു വെച്ച പാപകാരങ്ങൾ അള്ളാഹു നന്മകളാക്കി മാറ്റിയെഴുതും. ഈ ആയത്ത് അവതരിപ്പിച്ചു. അടുത്ത സംശയം, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലോ, ഞാൻ തൗബ ചെയ്ത് പിന്നീട് അങ്ങോട്ട് നന്മ അധികരിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിലോ എനിക്ക് അല്ലാഹു മാപ്പാക്കി തരുമോ? ആ സമയത്താണ് അടുത്ത ആയത്ത് ഇറങ്ങുന്നത്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ശിർക്ക് പുറത്തു കൊടുക്കൂല, ശിർക്ക് മാപ്പാക്കി കൊടുക്കൂല. മറിച്ച് അതല്ലാത്ത എന്ത് തെറ്റ് ചെയ്താൽ, ശിർക്കല്ലാത്ത എന്ത് കുരുത്തക്കടന്റെ അടിമകളിൽ നിന്ന് വന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പാക്കി കൊടുക്കും. ഈ ആയത്തിറങ്ങി, രണ്ടാമത്തെ ആയത്ത്. അതേ സദസ്സിലാണ് വഹ്ശിയുടെ അടുത്ത ചോദ്യം, അല്ലാഹുവിന്റെ റസൂലേ, എനിക്കന്ന് പുറത്തു കൊടുക്കും. അല്ലാഹു എല്ലാവർക്കും പുറത്തു കൊടുക്കും, പക്ഷെ ഇത്രയും ക്രൂരമായി പാതനിക്ക് അല്ലാഹു പുറത്തു കൊടുക്കും. സംശയം, അല്ലാഹു പുറത്തു തരും. സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതീക്ഷിക്കും. എന്താണ് മറുപടി പറഞ്ഞ് കാത്തിരിക്കാൻ. ആ സമയത്താണ് മൂന്നാമത്തെ ആയത്ത്. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖനതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറുദ് ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഖുൽ, അല്ലാഹു റസൂലിനെ കാത്തിരിക്കണം. എന്താണ് മറുപടി പറയേണ്ടത്? റസൂൽ ഒന്നും സ്വന്തം ഇഷ്ടപ്രകാരം പറയില്ല. അപ്പോൾ എന്താണ് കൽപ്പന? ഖുൽ, പ്രവാചകർക്ക് പറഞ്ഞു കൊടുക്കും, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വശരീരത്തോട് അക്രമങ്ങൾ കാണിച്ച, കുരുത്തക്കേടുകൾ കാണിച്ച എന്റെ അടിമകൾക്ക് എന്നെ പറ്റി പറഞ്ഞു കൊടുക്കും. എന്താ പറയേണ്ടത്? ലാ തഖനതു മിർ റഹ്മത്തില്ലാഹ്, നിങ്ങൾ ഒരിക്കലും അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്നും നിരാശപ്പെടരുത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ എന്തൊക്കെയോ പാവക്കറകൾ ഉണ്ടാവും. ഒരാളോട് പറയാൻ കഴിയാത്തത്, നമ്മൾ രഹസ്യമാക്കി മൂടി വെച്ചത്, അങ്ങനെ പലതും ചിന്തിക്കുമ്പോൾ തന്നെ പേടിയാകുന്ന പല കുറ്റകൃത്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്നും ഒരിക്കലും നിരാശരാകരുത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അള്ളാഹു എല്ലാ തെറ്റുകളും മാപ്പാക്കി കൊടുക്കുന്നവനാണ്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ വഹുവർ റഹീമുൽ ഗഫൂർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകളുടെ അങ്ങേയറ്റം കരുണയുള്ളവനാണ്, സ്നേഹമുള്ളവനാണ്. മൂന്നാമത്തെ ആയത്ത് പറഞ്ഞു, വഹ്ശ റളിയല്ലാഹു അൻഹു മുസ്ലിമായി. ഈ മൂന്നായത്തുകൾ അവിടെ പ്രിയപ്പെട്ടവരെ തൗബ ബന്ധിപ്പിക്കരുത്. എത്രയും പെട്ടെന്ന് തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങുക. എത്ര വലിയ തെറ്റാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പാക്കി തരാൻ തയ്യാറാണ്. ഒരു ഹദീസ്, ഖുദ്സിയായ ഹദീസ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു പറയുന്നതായിട്ട്, യബ്ന ആദം ഇന്നക മാ ദഅൗതനി വറജൗതനി ഗഫർതു ലക അലാ മാ കാന ഫീക വലാ ഉബാലി. എൻ്റെ പ്രിയപ്പെട്ട അടിമകളെ, ഇന്നക മാ റജൗതനി വദഅൗതനി, നീ എന്നോട് ദുആ ചെയ്യുന്ന കാലത്തോളം, നീ എന്നിൽ പ്രതീക്ഷ വെക്കുന്ന കാലത്തോളം, അല്ലാഹുവിന് പ്രതീക്ഷ വേണം. നമ്മൾ ഇന്ന് രാത്രി സംസാരിച്ചതുപോലെ അല്ലാഹുവിന് പ്രതീക്ഷ വേണം. മാ റജൗതനി, നീ എന്നിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന കാലത്തോളം, ഗഫർതു ലക അലാ മാ കാന ഫീക, നിന്നിൽ വന്ന എല്ലാ തെറ്റുകളും ഞാൻ മാപ്പാക്കി തരും. വലാ ഉബാലി, ആ പാപക്കറകളുടെ ആധിക്യം എനിക്കൊരു പ്രശ്നമല്ല. അല്ലാഹു പറയാണ്, എനിക്കൊരു പ്രശ്നമല്ല. എന്ത് തെറ്റ് നീ എന്റെ മുമ്പിൽ വാ, ഞാൻ മാപ്പാക്കി തരാം. അല്ലാഹു സ്വീകരിക്കാൻ തയ്യാറാണ്. പ്രത്യേകിച്ച് റമദാൻ അവസരം നഷ്ടപ്പെടുത്താൻ, അടിമകൾക്കൊന്ന് മാറി ചിന്തിക്കാൻ, തിരിച്ച് അല്ലാഹുവിലേക്ക് സഞ്ചരിക്കാൻ. എത്രയോ വിദൂരത്തായിട്ടുണ്ട്, ദീനിൽ നിന്നും അല്ലാഹുവിൽ നിന്നൊക്കെ വിദൂരത്തായിട്ടുണ്ട്, ദുനിയാവിന്റെ തിരക്കിലും. പക്ഷെ ഒരു അവസരം അല്ലാഹു നൽകാണ് തിരിച്ച് അല്ലാഹുവിലേക്ക് വരാൻ. ആ അവസരത്തിലാണ് പ്രിയപ്പെട്ടവരെ നാം ഉള്ളത്. അത് നഷ്ടപ്പെടുത്തി അള്ളാഹുവിന്റെ മുമ്പിൽ ധിക്കാരം കാണിച്ചാൽ ആഖിറത്തിൽ അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് നാം ഏറ്റവും ആവശ്യക്കാരായിരിക്കെ ആ റഹ്മത്തിൽ നിന്ന് നാം വിദൂരമാക്കപ്പെടും. അതുകൊണ്ട് റമദാൻ തീരുന്നതിന്റെ മുമ്പ് നസൂഹായ തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങുക. ഒരിക്കലും ബന്ധിപ്പിക്കാൻ പാടില്ല തൗബ. കാരണം അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെടുത്തവും പിശാചിന് ഏറ്റവും പേടിയുള്ള കാര്യമാണ് തൗബ.
കാരണം വർഷങ്ങളോളം പണിയെടുത്ത് ഒരടിമയെ തെറ്റിച്ച് കൊണ്ടുവരാണ്. സെക്കൻഡുകൾ കൊണ്ട് അടിമ തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് മാറിയാൽ ഒറ്റയടിക്കുക. ഇത്രയും പണിയെടുത്തത് ബാത്തിലായി, നഷ്ടപ്പെട്ടു പിശാചിന്. അതുകൊണ്ട് തൗബ അത് ചെയ്യാൻ പിശാച് വല്ലാതെ പിന്തിരിപ്പിക്കും, കഴിയില്ല. പക്ഷെ അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലല്ലാഹു അശദ്ദു ഫർഹൻ ബിതൗബതി അബ്ദിഹി ഹീന യതൂബു ഇലൈഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും സന്തോഷം പ്രകടിപ്പിക്കുന്നത്, ആഹ്ലാദിക്കുന്നത് ഒരടിമ തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് മടങ്ങുമ്പോഴാണ്. ആ സന്തോഷത്തെ റസൂൽ വിശദീകരിച്ചു. ഒരാളിങ്ങനെ സഞ്ചരിക്കാൻ, അവന്റെ വാഹനം നഷ്ടപ്പെട്ടു, വിജനമായ പ്രദേശം, ആരുമില്ല കൂടെ, അവന്റെ വാഹനം നഷ്ടപ്പെട്ടു. ആ വാഹനപ്പുറത്താണ് അവന്റെ വസ്ത്രവും വെള്ളമൊക്കെ ഉള്ളത്. അവൻ വല്ലാതെ നിരാശനായി മരണത്തെ മുന്നിൽ കണ്ട ഒരു മരച്ചുവട്ടിൽ കിടന്നു. പെട്ടെന്ന് അവന്റെ വാഹനം തിരിച്ചു വന്നു. ചാടി എന്നിട്ട് അതിന്റെ കടിഞ്ഞാൻ പിടിച്ചു. ആ സന്തോഷത്തിന്റെ ആധിക്യം കാരണം നഷ്ടപ്പെട്ടു പോയി അവസാനിച്ചു എന്ന് കരുതിയ ജീവിതം തിരിച്ചു കിട്ടിയ ആ സന്തോഷത്തില് ആ അടിമ പറഞ്ഞു, അല്ലാഹുവേ, നീ എന്റെ അടിമയും ഞാൻ നിന്റെ റബ്ബുമാണ്. സന്തോഷത്തിന്റെ ആധിക്യം കാരണം ആ അടിമക്ക് തെറ്റുപറ്റിപ്പോയി, പറഞ്ഞ വാക്കിൽ അബദ്ധം സംഭവിച്ചു. എന്നിട്ട് റസൂൽ പറയാണ്, അവനേക്കാൾ അല്ലാഹു സന്തോഷിക്കുന്ന സമയം നമ്മളെപ്പോലത്തെ കുരുത്തം കെട്ട ആൾക്കാർ തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് മടങ്ങുമ്പോഴാണ്. അതൊരിക്കലും അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്നോ നിരാശരാകരുത്. രണ്ടാമത്തെ കാര്യം, തൗബക്ക് ചില നിബന്ധനകളും ഷർത്തുകളുണ്ട്. നമ്മുടെ നിസ്കാരത്തിൽ ഷർത്തുകൾ ഉള്ളതുപോലെ, വുളൂഇന് ഷർത്തുകൾ ഉള്ളതുപോലെ തൗബക്ക് 4 ഷർത്തുകളുണ്ട്. ആ 4 ഷർത്തുകൾ പാലിക്കപ്പെട്ടാലേ നമ്മുടെ തൗബ സ്വീകരിക്കുകയുള്ളൂ. 1, ചെയ്ത തെറ്റിന്റെ പേരിൽ അള്ളാന്റെ മുമ്പിൽ ഖേദപ്രകടനം നടത്തുക, ഖേദിക്കുക. അല്ലാഹുവേ, ചെയ്തു പോയി, അല്ലാഹുവേ, നിന്നെ പേടിക്കാതെ ചെയ്തു പോയി, നീ കാണുന്നുണ്ട് എന്നുള്ള ബോധം എനിക്ക് ഉണ്ടായിരുന്നു, പക്ഷെ ആ സമയത്ത് ഞാൻ അത് ഓർത്തില്ല. ഖേദം പ്രകടിപ്പിക്കുക അള്ളാന്റെ മുമ്പിൽ. 2, ചെയ്ത തെറ്റ് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം, ആ തിന്മ പൂർണ്ണമായിട്ടും ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുക. രണ്ടാമത്തത്. മൂന്നാമത്തത്, ഇനി ഒരിക്കലും അതിലേക്കൊരു മടക്കമില്ല എന്ന് ഉറപ്പിക്കുക. ഈ 3 കാര്യങ്ങൾ ഷർത്താണ്. ഖേദം പ്രകടിപ്പിക്കുക, ചെയ്തത് ഒഴിവാക്കുക, ഇനി ഒരിക്കലും അങ്ങോട്ടൊരു മടക്കമില്ല എന്ന് തീരുമാനിക്കുക. അതിനെന്താണ് ചില കാര്യങ്ങൾ നമ്മൾ എങ്ങനെ വാക്കാൻ പറഞ്ഞാൽ മാത്രം പോരാ. സാഹചര്യങ്ങളാണ് മനുഷ്യനെ തെറ്റിലേക്ക് എത്തിക്കുന്നത്, അവസരങ്ങളാണ് തെറ്റിലേക്ക് എത്തിക്കുന്നത്, ഹറാമിലേക്ക് എത്തിക്കുന്നത്. സാഹചര്യം മാറ്റണം, അവസരങ്ങളില്ലാതായിരിക്കണം. അതിനെന്താണോ ചെയ്യേണ്ടത് അത് അവനവൻ തീരുമാനിച്ചതിൽ നിന്ന് മാറി നിൽക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബനൂ ഇസ്രായേൽപ്പെട്ട ഒരു സംഭവം പറയാം. ഒരാൾ 99 ആളെ കൊന്നു. എന്നിട്ട് ഒരാളത്തേക്ക് പോയി, ഒരു ഇബാദത്ത് ചെയ്തിരിക്കുന്ന ഒരാളത്തേക്ക് ഉടൻ ചോദിച്ചു, ഫഹല്ലി മിൻ തൗബ, എനിക്ക് തൗബയുണ്ടോ? ഞാൻ 99 ആളെ കൊന്നിട്ടുണ്ട്. ആ വ്യക്തി പറഞ്ഞു, ഇല്ല, 99 ആളെ കൊന്ന വലിയ പാതകയാണ്, നിനക്ക് തൗബയില്ല. അദ്ദേഹത്തെ ഒന്ന് 100 പൂർത്തീകരിച്ചു. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ ഒരു ആലിമിന്റെ അടുക്കലേക്ക് പോയി. എന്നിട്ട് ചോദിച്ചു, എനിക്ക് തൗബയുണ്ടോ? ആലിമുണ്ട്. എന്താണ് തൗബ? ഒരിക്കലും ഒരു അടിമനെ തടയുന്ന ഒരു കാര്യമില്ല, തൗബയുണ്ട്. പക്ഷെ നീ എന്ത് ചെയ്യണം? ഈ നാട്ടിൽ നിന്ന് മാറി മറ്റൊരു നാട്ടിലേക്ക് പോകണം, അവരുടെ സാഹചര്യം ഒഴിവാക്കണം, അവസരങ്ങൾ ഒഴിവാക്കണം. അദ്ദേഹം പോകുന്ന വഴിയിൽ അദ്ദേഹം മരണപ്പെട്ടു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മലക്കുകൾ വന്നു. 2 മലക്കുകളുണ്ട്, റഹ്മത്തിന്റെ മലക്കുണ്ട്, അദാബിന്റെ മലക്കുണ്ട്. രണ്ടാമൻ തർക്കത്തിലായി. ഒരു വിഭാഗം പറഞ്ഞു, അവൻ തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് മടങ്ങിയതാണ്, നമുക്ക് എടുക്കണം. മറ്റവരോടില്ല, അവന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയിട്ടില്ല. പരിഹാരം പറഞ്ഞു, അവൻ എവിടത്തേക്കാണോ അടുത്തത്, ഏത് ഭൂമിയിലേക്കാണോ അടുത്തുള്ളത് ആ മലക്കവൻ എടുക്കണം. അവൻ ഉദ്ദേശിച്ച സ്ഥലമാണോ അവിടത്തേക്കാണ് അടുത്ത്, അല്ല അവൻ പുറപ്പെട്ട സ്ഥലമാണോ അടന്നു നോക്കി. അവൻ ഉദ്ദേശിച്ച സ്ഥലമാണ് അടുത്ത്, അവന്റെ റഹ്മത്തിന്റെ മലക്കുണ്ട്. അപ്പം നമ്മുടെ സാഹചര്യങ്ങൾ, അതിന്റെ അവസ്ഥകൾ അത് മാറ്റണം. എന്നാലേ പാപക്കറകളിൽ നിന്നും, പാപത്തിൽ നിന്നും, തെറ്റുകളിൽ നിന്നും നമുക്ക് മാറി നിൽക്കാൻ കഴിയും. 4ാമത്തെ ഷർത്ത്, അത് വളരെ ഗൗരവത്തിൽ നാം ചിന്തിക്കേണ്ട, ആലോചിക്കേണ്ട ഒരു ഷർത്താണ്. നമ്മുടെ തൗബ സ്വീകരിക്കപ്പെടാൻ 4ാമത്തെ ഷർത്ത്, നമ്മുടെ തെറ്റ്, നാം ചെയ്ത ഹറാമ് പരസ്പരം അടിമകൾ തമ്മിൽ ബന്ധപ്പെട്ടതാണെങ്കിൽ, ഒരാൾക്ക് കട്ടെടുത്തു, അല്ലെങ്കിൽ ഒരാളെ ചീത്ത വിളിച്ചു, അന്യായമായിട്ട് ഉപദ്രവിച്ചു, അല്ലെങ്കിൽ അവനെ കുറ്റം പറഞ്ഞു, അവന്റെ അഭിമാനത്തിന് ക്ഷതം വരുത്തി, അങ്ങനത്തെ എന്തെങ്കിലാണെങ്കിൽ പരസ്പരം പൊരുത്തപ്പെടിക്കണം, പരസ്പരം മാപ്പാർപ്പിക്കണം. എന്നാൽ അള്ളാഹുവിന്റെ അടുക്കൽ ആ തൗബ സ്വീകരിക്കപ്പെടുകയുള്ളൂ. വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ട ഭാഗമാണ്. എന്തെങ്കിലും പ്രശ്നങ്ങൾ പരസ്പരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കണം.
എന്നിട്ടാണ് അള്ളാഹുവിന്റെ അടുത്ത് തൗബ ചെയ്യാൻ. ഇല്ലെങ്കിൽ നാളെ ആഖിറത്തിൽ അതങ്ങനെ ബാക്കിയാവും. അതുപോലെ തന്നെ കടം ബാക്കിയുണ്ടെങ്കിൽ അള്ളാഹു തൗബ സ്വീകരിക്കൂല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സഹാബിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹി ഇൻ ഖുതിൽതു ഫീ സബീലില്ലാഹി, അള്ളാഹുവിന്റെ റസൂലെ, ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായാൽ എൻ്റെ എല്ലാ പാപങ്ങളും മാപ്പാക്കപ്പെടൂലേ? റസൂൽ അതെല്ലാം മാപ്പാക്കപ്പെടും. ആ സഹാബി സന്തോഷത്തോടെ തിരിച്ചു പോകണം. പക്ഷെ റസൂൽ പെട്ടെന്ന് തിരിച്ചു വിളിച്ചു. നീ എന്താണ് ചോദിച്ചത് ആവർത്തിക്കാൻ പറഞ്ഞു. സഹാബി വീണ്ടും ചോദിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, നിന്റെ എല്ലാ പാപങ്ങളും മാപ്പാക്കപ്പെടും, ഇല്ല ദൈൻ, കടം പൊഴിച്ചു. കടം ബാക്കിയാവും. അത് 1 രൂപയാണെങ്കിൽ പോലും ബാക്കിയാവും. മറ്റൊരു ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഫ്സുൽ മുഅ്മിനി മുഅല്ലഖത്തുൻ ബിദൈനിഹി ഹത്താ യുഖ്ദാ അൻഹു, ഒരു മുഅ്മിനിന്റെ നഫ്സ് അവന്റെ കടവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഹത്താ യുഖ്ദാ അൻഹു, അത് കടം വീട്ടപ്പെടുന്നത് വരെ. അഥവാ പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചു, മഹ്ബൂസുൻ അൻ ദുഖൂലിൽ ജന്ന, സ്വർഗ്ഗ പ്രവേശനത്തിൽ നിന്നും ആ വ്യക്തി തടയപ്പെടും അവന്റെ കടം വീട്ടുന്നത് വരെ. 1 രൂപയാണെങ്കിൽ അത് കടം ബാക്കിയാണ്, തീർക്കണം. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് വന്നു നിസ്കരിക്കാൻ. അപ്പോൾ സഹാബാക്കളെ മയ്യത്തിനെ കുളിപ്പിച്ച് കഫൻ ചെയ്ത്, സാധാരണ റസൂൽ മയ്യത്ത് നിസ്കരിക്കാനുള്ള സ്ഥലത്ത് ആ മയ്യത്തിനെ വെച്ചു. റസൂലിനെ വിളിച്ചു. റസൂൽ വന്ന് നിന്നു. സഹാബാക്കൾ പിറകിൽ സഫായിട്ട് നിന്നു. ആ സമയം റസൂൽ ചോദിച്ചു, ഈ കിടക്കുന്ന മയ്യത്തിനുള്ള കടവും ബാക്കിയുണ്ടോ? അപ്പൊ കൂട്ടത്തിൽ ആരോ പറഞ്ഞു, റസൂലെ, ദീനാറാന് 2 ദീനാർ ബാക്കിയുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാൻ നിർത്തുന്നിടത്തുനിന്ന് മാറി തുസല്ലു അലാ സാഹിബിക്കും, നിങ്ങൾ നിസ്കരിച്ചു, അതാ നിസ്കരിക്കുക. ആ കൂട്ടത്തിലുള്ള അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ, അലയ്യ ദീനാറാൻ, ആ 2 ദീനാർ ഞാൻ ഏറ്റെടുത്തു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചു. അപ്പൊ അത്രയും ഗൗരവമുള്ളതാണ് കടം ബാക്കിയായാൽ തൗബ സ്വീകരിക്കപ്പെടുകയില്ല. അത് തീർക്കണം, പെട്ടെന്ന് തീർക്കണം. എന്തിടപാടുണ്ടെങ്കിലും പെട്ടെന്ന് തീർക്കണം. സ്വാഭാവികമായിട്ട് നമുക്കുണ്ടാകുന്ന സംശയം, എപ്പോഴോ ആർക്കൊന്നും പൈസ കൊടുക്കാനുണ്ട്, അപ്പൊ അദ്ദേഹമായിട്ട് യാതൊരു ബന്ധവുമില്ല, അദ്ദേഹത്തെ അറിയുന്നില്ല, അദ്ദേഹം എവിടെയാണെന്ന് പോലും അറിയുന്നില്ല. പണ്ഡിതന്മാർ വിശദീകരിച്ചു, നമ്മൾ അന്വേഷിക്കണം, സാധ്യമാകുന്ന രീതിയിലൊക്കെ അന്വേഷിക്കണം. എന്നിട്ടും കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ ആ കടമുള്ള, ആ കടത്തിന്റെ ആ സ്വത്ത്, ആ സമ്പത്ത്, അത് സദഖയായി കൊടുക്കണം. എന്നിട്ട് സദഖകൾ അധികരിപ്പിക്കണം. എന്നിട്ട് അള്ളാഹുവിന് ഇസ്തിഗ്ഫാർ ചെയ്യണം, തൗബ ചെയ്യണം. ചിലപ്പോൾ അള്ളാഹു മാപ്പാക്കിയേക്കാം. ഇങ്ങനെ വേണ്ട. ചില ആൾക്കാർ ചോദിക്കാറുണ്ട് എന്താ ചെയ്യേണ്ടത്. അപ്പൊ ഈ 4 നിബന്ധനകൾ നമ്മുടെ തൗബയിൽ നാം ശ്രദ്ധിക്കുക. തൗബ സ്വീകരിക്കപ്പെടും. അതുപോലെ തന്നെ റമദാനിന്റെ മുമ്പ് നമ്മുടെ ഹൃദയം പൂർണ്ണമായിട്ടും പാപക്കറകളിൽ നിന്നും ശുദ്ധിയാക്കുക. തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങുക. അള്ളാഹു നൽകിയ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു നൽകിയ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങാൻ തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. وآخر دعوانا الحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.